ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. റാങ്ക് ഫയൽ വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഏതാ ചെയ്യേണ്ടത്, ഡിഗ്രി ലെവൽ വേണോ LGS വേണോ? അപ്പോൾ കൂടുതൽ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഗ്രി ലെവൽ വേണം എന്നാണ്. സോ ഇന്നത്തെ വീഡിയോ അതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ തന്നെ ഞാൻ ലക്ഷ്യയുടെ റാങ്ക് ഫയൽ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. 4 വോള്യൂംസ് ആയിട്ടാണ് വരുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചെറിയ ഡിസ്ക്ലെയിമർ പറയാനുള്ളത്, ഈ റാങ്ക് ഫയൽ ആണ് ബെസ്റ്റ്, നിങ്ങൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യണം എന്നല്ല കേട്ടോ ഈ വീഡിയോന്റെ പർപ്പസ്. ഞാൻ ഫോളോ ചെയ്യുന്ന റാങ്ക് ഫയൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വോള്യൂംസ് ആയിട്ടൊന്ന് എടുത്ത് നോക്കാം. ഇവിടെ ഈ ഒരു റാങ്ക് ഫയലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രിലിംസിനും മെയിൻസിനും ഒരു സിംഗിൾ റാങ്ക് ഫയൽ ആണ് കേട്ടോ. 4 വോള്യൂംസ് ആയിട്ട് വരുന്ന വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ റാങ്ക് ഫയൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസിന് മാത്രമല്ല ബാക്കി എല്ലാ എക്സാംസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോണ്ടന്റ് ഇതിനകത്തുണ്ട്. ഈ കാണുന്ന സബ്ജക്ട്സ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ, ഇമ്പോർട്ടന്റ് ആക്ട്സ്, കേരള അഡ്മിനിസ്ട്രേഷൻ, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ NCERT ആൻഡ് SCERT ടെക്സ്റ്റ് ബുക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് കമ്പൈൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം നോട്ട് ചെയ്യേണ്ടത് UPSC എക്സാംസ് ഇല്ലേ, നമ്മുടെ സിവിൽ സർവീസ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ ഇതിന്റെ എൻഡിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് വോള്യൂം 1 ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന്റെ ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് 1850 ആയിരുന്നു. അതായത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 1500 ആ ഒരു റേഞ്ചിലാണ്. നിങ്ങൾക്ക് സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. ഇവിടെ തന്നിട്ടുള്ളത് ആക്ച്വലി മെയിൻസിന്റെ സിലബസ് ആണ്. പക്ഷേ ഈ ബുക്കിൽ അവർ മെൻഷൻ ചെയ്ത പോലെ തന്നെ മെയിൻസിന്റെയും പ്രിലിംസിന്റെയും മെൻഷൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇൻ ഡെപ്തിൽ കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന സമയത്ത് അതുകൊണ്ട് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചില കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. അതാണ് എനിക്ക് ആകെ ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്ന ഇൻഫർമേഷൻ ആണ്, പക്ഷെ ചില സമയത്ത് നമ്മൾ വിട്ടുപോകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളത് ഇതിനകത്തില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ SCERT അതുപോലെ തന്നെ ബാക്കി മോക്ക് ടെസ്റ്റ് ഒക്കെ കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് തനിയെ കിട്ടിക്കോളും. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്നത് തന്നെയാണ്, ഇൻഡെക്സ് തന്നെയാണ്. അവർ മെയിൻ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് അതിന്റെ അണ്ടറിൽ വരുന്ന നമുക്ക് സബ് ടോപ്പിക്സ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ മൗലിക അവകാശം അല്ലെങ്കിൽ മൗലിക കടമകൾ. അപ്പൊ അതിന്റെ അണ്ടറിൽ വരുന്ന ഓരോ ആർട്ടിക്കിൾസും അത് ഇൻഡെക്സിൽ ഇൻക്ലൂഡഡ് ആണ്. പ്ലസ് പേജ് നമ്പർ, ഈവൻ സെയിം പേജ് നമ്പറിൽ തന്നെയാണ് ഓരോ ആർട്ടിക്കിൾസ് എങ്കിൽ പോലും അതുകൂടെ മെൻഷൻ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ നമുക്ക് ഓർമ്മയില്ല, അപ്പോൾ ഒന്ന് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻഡെക്സ് എടുക്കുക, എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് പോവാം. പിന്നെ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതൊക്കെ ഇതിനകത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ, അതും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ സയൻസ് മാത്രമാണ് എനിക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുള്ളത് പോലെ തോന്നിയിട്ടുള്ളത്. എനിക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ല, അപ്പം ആസ് എ ബിഗിനർ നമ്മൾ ഈ ബുക്ക് മാത്രം റെഫർ ചെയ്യുമ്പം നമുക്ക് കുറച്ച് ക്ലാരിറ്റി ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക്. അപ്പം അതുമാത്രമല്ല, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ള ടോപ്പിക്ക് ഞാനിപ്പോൾ റെഫർ ചെയ്തപ്പോൾ, പിന്നെ അതുപോലെ തന്നെ ഇൻഡെക്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ ഒരു സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പക്ഷെ അത് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇതാ ഈ വോള്യൂം 2 സയൻസിന്റെ സെക്ഷൻ വരുന്നത്. ഇപ്പോൾ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ആക്ച്വലി മെയിൻസിലാണ് വരുന്നത്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ആണ് അതിന് പകരമായിട്ട് പ്രിലിംസിൽ വരുന്നത്. അപ്പൊ അതൊക്കെ കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു വോള്യൂമിൽ. അപ്പൊ ഇതിൽ ഫസ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് ബയോളജി ആണ്, ബയോളജി ആൻഡ് ലൈഫ് സയൻസ്. അതിനകത്ത് നമ്മളിപ്പോൾ കറന്റ്ലി നോക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയാൻ പറ്റുന്നുണ്ടാവും, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവാണ് ആദ്യം വരുന്ന ടോപ്പിക്ക്. അപ്പൊ നമുക്ക് അതന്നെ ആലോചിച്ചാൽ അറിയാം, ഒരു 100ഓളം പേജസ് ആ ഒരു ടോപ്പിക് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്കറിയാം, ഒരു ടോപ്പിക്ക് സിലബസിൽ മെൻഷൻ ചെയ്താലും അത് എത്ര ഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കണം. പിന്നെ ഓരോ എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 10th ലെവൽ ആണെങ്കിൽ നമ്മൾ അത്ര ഡെപ്തിൽ പോകണ്ട, പക്ഷെ എന്നാലും ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫിസിക്സ് ആണെങ്കിലും അതുപോലെ തന്നെ കെമിസ്ട്രി ആണെങ്കിലും എല്ലാത്തിലും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് സയൻസ് സബ്ജക്ട്സ് ഒക്കെ ആകുമ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ആൾക്കാർ ഒരു ക്ലാസ്സും കൂടെ ഫോളോ ചെയ്തിട്ട്, അതായത് യൂട്യൂബ് വീഡിയോയിലോ നമ്മുടെ ക്ലാസ്സും കൂടെ ഫോളോ ചെയ്തിട്ട് നമ്മളിത് വായിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. സയൻസ് ആകുമ്പോൾ നമുക്ക് അറിയാം, തിയറീസ് മാത്രം ബൈ ഹാർട്ട് പഠിച്ചാൽ, ഡെഫിനിഷൻസ് മാത്രം ബൈ ഹാർട്ട് പഠിച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി പോകേണ്ടതുകൊണ്ട് ഒരു വീഡിയോയും കൂടെ കണ്ട് ഫോളോ ചെയ്തതിന് ശേഷം മാത്രം ഈ റാങ്ക് ഫയൽ വായിക്കുന്നതായിരിക്കും റെക്കമെൻഡഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ടോപ്പിക്കാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത കാര്യങ്ങൾ. പിന്നെ ബാക്കി കലാസാഹിത്യം, പിന്നെ അതുപോലെ കായികം, എല്ലാ ടോപ്പിക്സും ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബയോളജിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഡയഗ്രാംസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ റീഡ് ചെയ്യാൻ കുറച്ച് ഇൻട്രസ്റ്റും കൂടി ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഓരോ കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ PQ കോർണർ എന്ന് പറഞ്ഞ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ബേസും എല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പിന്നെ വോള്യൂം 3 വരുന്നത് ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫിയാണ്. അത് രണ്ടും മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത്രത്തോളം തിക്നെസ് ഉണ്ട്. അപ്പോൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും നമ്മൾ ഇത്രയും ഫാസ്റ്റായിട്ട് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളത്. ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് കംപ്ലീറ്റ് ചെയ്തിട്ട് പഠിക്കുക. സയൻസ് ആണെങ്കിലും പിന്നെ അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പം അത്രയും സബ്ജക്ട്സ് കവർ ചെയ്യുമ്പോൾ നമുക്ക് മെജോറിറ്റി ഓഫ് ദ മാർക്സ് നമ്മുടെ കയ്യിൽ കിട്ടും.
പിന്നെ മെയിൻസിനാണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതിനുശേഷം മാത്രം ഹിസ്റ്ററിയും ജോഗ്രഫി പഠിക്കേണ്ടെന്നല്ല, അതിനുശേഷം മാത്രം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. ഓരോ സബ്ജക്റ്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അണ്ടറിൽ വരുന്ന സബ് ടോപ്പിക്സും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതും കൂടെ മെൻഷൻ ചെയ്ത് എല്ലാം തന്നിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഫസ്റ്റ് ടോപ്പിക്, അതായത് കേരള ചരിത്രത്തിൽ വരുന്ന യൂറോപ്യന്മാരുടെ വരവ് എന്നുള്ള ആ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് എല്ലാ ഇൻഫർമേഷൻ മാക്സിമം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എക്സ്ട്രാ മാർക്സ് എന്നുള്ള രീതിയിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്ട്സ് സെപ്പറേറ്റ് കോളംസ് ഒക്കെ വെച്ച് ഇൻക്ലൂഡഡ് ആണ്. പിക്ചേഴ്സ് ഒക്കെ തന്നിട്ട് തന്നെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട്. പിന്നെ കൺഫ്യൂസിങ് ഫാക്ട് അല്ലെങ്കിൽ അതുപോലെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ഒക്കെ നമുക്ക് സെപ്പറേറ്റ് കോളംസ് വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതും ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയാണ് നമ്മുടെ ഫൈനൽ വോള്യൂം വരുന്നത്. അതാണ് വോള്യൂം 4. അതിനകത്ത് കറന്റ് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇത്രയും സബ്ജക്റ്റ് ആണ് ഇൻക്ലൂഡഡ്. ഈ ഒരു സെക്ഷനും SCERT NCERT ബേസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇൻഡെക്സ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ വരുന്നത് മാത്സ് ആണ്. അപ്പോൾ നമുക്കറിയാം മാത്സ് ലഘുഗണിതവും പിന്നെ അതുപോലെ തന്നെ റീസണിങ്ങും ആൻഡ് മെന്റൽ എബിലിറ്റി ഉണ്ട്. അപ്പോൾ 2 സെക്ഷൻസ് ആയിട്ടും ഓരോന്ന് അത്യാവശ്യം ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എഡീഷണൽ ഒരു ഇൻഫർമേഷൻ പോലെ SCERT സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാത്സിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ SCERT ടെക്സ്റ്റ് ബുക്സിന് ഡയറക്റ്റ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചിട്ട് പല പല എക്സാംസിന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മെയിൻ ടോപ്പിക്കിൽ മെൻഷൻ ചെയ്തില്ലെങ്കിൽ പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്സിൽ വരുന്ന ടോപ്പിക്സ് അവർ SCERT സ്പെഷ്യൽ എഡിഷണൽ ഇൻഫോ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ വരുമ്പോൾ ഗ്രാമറും അതുപോലെ തന്നെ വെക്കാബുലറി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ്. പിന്നെ മലയാളത്തിൽ സാഹിത്യവും ഗ്രാമറും അതും കൊടുത്തിട്ടുണ്ട്. കറന്റ് അഫയേഴ്സ് ഓരോ സെക്ഷൻ ഡിവൈഡ് ചെയ്തിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് മാത്സിൻ്റെ നോട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്, നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സംഖ്യകൾ, നമ്പേഴ്സും സംഖ്യകളും അടിസ്ഥാന ക്രിയകളാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കാണ്. അതിൻ്റെ നോട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ട് തന്നെ. അതായത് നമുക്കിത് റീഡ് ചെയ്താൽ അത്യാവശ്യം ഇൻഫർമേഷനും ഫോർമുലാസും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ളത് നോട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ആൻസർ മാത്രം ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ളൊരു ഫോമാറ്റിലല്ല, വിത്ത് എക്സ്പ്ലനേഷനാണ് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇൻ കേസ് അറിയില്ല ആൻസർ എങ്ങനെ എത്തി എന്നുള്ളത് അറിയില്ലെങ്കിൽ അത് റെഫർ ചെയ്താൽ അതിനകത്ത് അതെങ്ങനെയാണെന്നുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ റീസെൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് PYQ ചെയ്യാതെ നമ്മൾ മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതും കൂടെ ഈ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മൾ പോകുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു പോർഷനിലേക്കാണ്. മാത്രമല്ല എൻ്റെ ഫേവററ്റ് ഒരു സെക്ഷനും കൂടിയാണത്. അതായത് UPSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുള്ള സെക്ഷനാണ്. 2012 മുതൽ 2022 വരെയുള്ള UPSCൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെക്ഷനാണ്. നമുക്കറിയാം UPSCക്കും PSCക്കും കുറച്ച് കോമൺ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഏരിയാസ് സബ്ജക്റ്റ് വൈസ് ആയിട്ട് തിരിച്ചിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അലോങ് വിത്ത് ദാറ്റ് എക്സ്പ്ലനേഷനും കൂടി തന്നിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി തരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു പോസ്റ്റ് കോവിഡ് എറയിൽ PSC പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഇൻഡെപ്ത് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. പണ്ടത്തെ പോലെ കുറേ PYQസും അതുപോലെ തന്നെ ഒരു റാങ്ക് ഫയലൊക്കെ ഫുള്ളി ബൈ ഹാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അങ്ങനത്തെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അപ്ലൈ ചെയ്യുന്ന രീതിയിൽ. അപ്പം അതിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെക്ഷനായിട്ട് ഇതെനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റാങ്ക് ഫയലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ ഡീറ്റെയിൽസും മാക്സിമം ഞാൻ ഈ ചെറിയൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റാങ്ക് ഫയൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് വാങ്ങിക്കണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റാങ്ക് ഫയലിലേക്ക് പോകണോ എന്നുള്ളത്. ഇനി ഇൻ കേസ് നിങ്ങളുടെ ആരെങ്കിലും കയ്യിൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റാങ്ക് ഫയൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏതാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതെന്നും കൂടി കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.